രാജ്യത്തെ തന്നെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഇറച്ചിക്കട. ആ കടയിൽ നിന്ന് ഇറച്ചി വാങ്ങാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഇറാനിയൻ പോർക്ക് എന്ന് പറഞ്ഞാണ് ഇവര് ഈ ഇറച്ചി വിൽക്കുന്നത്. അത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ അതില്ലാതെ നമ്മൾക്ക് പറ്റത്തില്ല. അത്രത്തോളം രുചിയാണ്. എന്നാൽ ഇവര് വിൽക്കുന്ന ഇറാനിയൻ പോർക്കിന്റെ പിന്നിൽ വലിയ ഒരു രഹസ്യം തന്നെയുണ്ട്. അത് അറിയണമെങ്കിൽ കഥ തുടക്കത്തിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. ഇറച്ചിക്കട നടത്തുന്ന ദമ്പതികളാണ് വിൻസെന്റും സോഫിയും. വിൻസെന്റ് തന്റെ ഇറച്ചിക്കട കാണുന്നത് വെറും ഒരു ബിസിനസ് ആയിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പാഷൻ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൈ ക്വാളിറ്റിയുള്ള മീറ്റ് മാത്രമേ അദ്ദേഹത്തിന്റെ ഇറച്ചിക്കടയിൽ വിൽക്കത്തുള്ളൂ. എന്നാൽ അവരുടെ ഇറച്ചിക്കടയിൽ കച്ചവടം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. ഇനി ഇവരുടെ കച്ചവടം കുറയാനുള്ള കാരണം അവരുടെ തന്നെ സുഹൃത്തുക്കളായ മാർക്കും അദ്ദേഹത്തിന്റെ ഭാര്യ സ്റ്റെഫനിയും അവരുടെ ഇറച്ചിക്കടയിൽ വളരെ വിലക്കുറവിലാണ് ഇറച്ചി വിൽക്കുന്നത്. എന്നാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത മീറ്റാണ് അവര് വിൽക്കുന്നത്. എന്നാൽ നല്ല കച്ചവടം ഉള്ളത് കൊണ്ട് തന്നെ മാർക്കും ഭാര്യ സ്റ്റെഫനിയും വലിയ പണക്കാരാണ്. അതേപോലെ അവർക്ക് ഒറ്റൊരു സ്റ്റോർ അല്ല, ധാരാളം സ്റ്റോർസ് ഉണ്ട്. ഒരു ദിവസം വിൻസെന്റിന്റെയും സോഫിയുടെയും ഇറച്ചിക്കടയിലേക്ക് മാസ്ക് ധരിച്ച 4 മൃഗസ്നേഹികൾ അഥവാ എക്സ്ട്രീമിസ്റ്റ് ആയ വീഗൻസ് വന്ന് പ്രതിഷേധം നടത്തുകയാണ്. അവര് കട തല്ലിപ്പൊളിക്കുകയും കടയിൽ പെയിന്റ് കോരി ഒഴിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ അതിലെ ഒരാളെ വിൻസെന്റ് പിടികൂടുകയും അവന്റെ മാസ്ക് കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവന്റെ മുഖം വിൻസെന്റ് വ്യക്തമായി കണ്ടിട്ടുണ്ട്. എന്നാൽ ബാക്കി 3 പേര് വന്ന് വിൻസെന്റിനെ ചവിട്ടിക്കൂട്ടി അവനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് 4 പേരും ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ സോഫി സ്റ്റെഫനിയോട് പറയുകയാണ്. ഈ സ്റ്റെഫനി എന്ന സ്ത്രീയാണെങ്കിൽ ലോക പൊങ്ങച്ചക്കാരിയാണ്. സോഫി കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് തന്റെ വിഷമങ്ങളൊക്കെ സ്റ്റെഫനിയോട് പറഞ്ഞത്. എന്നാൽ സ്റ്റെഫനി സോഫിയോട് പറഞ്ഞത്, നീ എന്തിനാണ് ആ ലൂസറിനെ വിവാഹം ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ഭർത്താവും നിന്റെ ഭർത്താവും ഒരേ ഫീൽഡിലാണ് ബിസിനസ് ചെയ്യുന്നത്. എന്നാൽ എന്റെ ഭർത്താവിനെ നോക്കി, അങ്ങേര് ഓരോ മാസവും മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കച്ചവടമാണ് നടത്തുന്നത്. ഓരോ മാസവും എന്റെ ഭർത്താവ് പുതിയ പുതിയ സ്റ്റോർസ് തുടങ്ങും. പോരാത്തതിന് എല്ലാ മാസവും എന്നെ മൂപ്പര് ഫോറിൻ ട്രിപ്പും കൊണ്ടുപോകും. ബൈ ദ വേ, നീ എന്റെ പുതിയ ഡ്രസ്സ് കണ്ടോ? ഇതിന് $1000 ആണ്. അപ്പോൾ സങ്കടത്തോടെ സോഫി തന്റെ സ്വന്തം വസ്ത്രം നോക്കുകയാണ്. വളരെ ചീപ്പായിട്ടുള്ള വസ്ത്രമാണ് പുള്ളിക്കാരി ധരിച്ചിട്ടുള്ളത്. വിൻസെന്റും സോഫിയും അവരുടെ വീട്ടിൽ നിന്നാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഈ സമയമൊക്കെ മാർക്കും സ്റ്റെഫിനിയും അവരുടെ സ്വന്തം ആഡംബര ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട് വിൻസെന്റിനെയും സോഫിയും കളിയാക്കുന്നൊക്കെയുണ്ട്. ബൈ ദ വേ ഗൈസ്, ഞങ്ങൾ 3 ലക്ഷം യൂറോസിന് പുതിയ ഒരു വീട് സ്വന്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഹൗസ് വാമിംഗ് ആണ് അടുത്ത മാസം. നിങ്ങളെ തന്നെ ആദ്യം ക്ഷണിച്ചേക്കാം. പിന്നെ സോഫി, നീ ഇത് കേൾക്കണം, നമ്മുടെ പുതിയ വീട്ടില് സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട്. മാർക്ക് വിൻസെന്റിന് നൽകാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്താണ് എന്ന് വിൻസെന്റ് ചോദിച്ചപ്പോൾ, തുറന്നു നോക്ക്, സർപ്രൈസ് ആണ് എന്ന് മാർക്ക് പറഞ്ഞു. അങ്ങനെ വിൻസെന്റ് ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതൊരു ഗണ്ണാണ്. സോഫി, നീ ഇത് കേൾക്കണം, എന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന് സമ്മാനമായി നൽകിയ തോക്കിന്റെ വില $2500 ആണ്. എന്റെ ഭർത്താവിന്റെ കൈവശമുള്ള തോക്കിന് $4000 ആണ് വില. മാർക്കിനോട് വിൻസെന്റ് പറയാണ്, എടാ, എനിക്ക് തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഒന്നുമില്ല, എനിക്ക് ഈ ഗിഫ്റ്റ് വേണ്ട. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല, ലൈസൻസ് ഉണ്ടായിട്ടാണോ ഞാനൊക്കെ തോക്ക് ഉപയോഗിക്കുന്നത്? നീ ഇത് സ്വീകരിച്ചേ മതിയാവൂ എന്ന് മാർക്ക് വിൻസെന്റിനോട് പറയുകയാണ്. അത് വെച്ച് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് മാർക്ക് വിൻസെന്റിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മാർക്കിന്റെ ഗിഫ്റ്റ് സ്വീകരിച്ച് സോഫിയും വിൻസെന്റും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന സമയം അവര് വണ്ടിയിൽ നിന്ന് തർക്കിക്കുന്നൊക്കെയുണ്ട്. സോഫി പറയാണ്, സ്റ്റെഫനിയുടെ ജീവിതമൊക്കെയാണ് യഥാർത്ഥ ജീവിതം. അവളെ മാർക്ക് എല്ലാ മാസവും ഫോറിൻ ട്രിപ്പ് കൊണ്ടുപോകാറുണ്ട്. അതേപോലെ അവള് ധരിച്ച വസ്ത്രമൊക്കെ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതമാണെങ്കിലോ എപ്പോഴും കടങ്ങളും ബാധ്യതയും മാത്രം. അപ്പോൾ വിൻസെന്റ് പറയാണ്, ഞാൻ നേരായ വഴിയിലെ കൂടിയാണ് ബിസിനസ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റിയുള്ള മീറ്റ് മാത്രമേ ഞാൻ എന്റെ ഇറച്ചിക്കടയിൽ നിന്ന് വിൽക്കുന്നുള്ളൂ. അവൻ എന്നാൽ അങ്ങനെയല്ല, വളരെ ചീപ്പായിട്ടുള്ള ക്വാളിറ്റിയുള്ള മീറ്റ് ആണ് അവൻ അവന്റെ സ്റ്റോറുകളിൽ നിന്ന് വിൽക്കുന്നത്. എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല. ഈ സമയം വിൻസെന്റ് തന്റെ കട തല്ലിപ്പൊളിച്ച് ആ വീഗന് സൈക്കിളിൽ പോകുന്നത് കണ്ടു. വിൻസെന്റ് അവന്റെ മുഖം വ്യക്തമായി കണ്ടതുകൊണ്ട് വിൻസെന്റ് അവനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് വിൻസെന്റ് വളരെ വേഗത്തിൽ കാറ് റിവേഴ്സ് എടുക്കുകയാണ്. അതായത് ആ വീഗനെ പരിക്കേൽപ്പിക്കാൻ വേണ്ടിയാണ് വിൻസെന്റ് അവനെ കാർ കൊണ്ട് ഇടിച്ചത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. അവര് രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവന് ജീവനില്ല. അതായത് വിൻസെന്റ് ഇവിടെ ഇപ്പോൾ ഒരു കൊലപാതകമാണ് ചെയ്തത്. നമുക്ക് പോലീസിനെ വിളിക്കാം, എന്നിട്ട് ആക്സിഡന്റ് പറ്റിപ്പോയതാണ് എന്ന് പറയാം എന്ന് വിൻസെന്റ് പറഞ്ഞപ്പോൾ സോഫി പറയാണ്, മനുഷ്യ, നിങ്ങൾക്ക് വട്ടാണോ? നമ്മുടെ വണ്ടിയിൽ മാർക്ക് സമ്മാനമായി തന്ന തോക്കുണ്ട്, അതിനാണെങ്കിൽ ലൈസൻസും ഇല്ല. പോലീസിനെ വിളിച്ചാൽ ഉറപ്പായിട്ടും അവര് നമ്മളെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പോലീസിനെ വിളിക്കുന്നത് നല്ല ബുദ്ധിയല്ല. എനിക്കൊന്നും കഴിയത്തില്ല ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാൻ. ഇനി സോഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ക്രിസ്റ്റഫ് ഹോണ്ടലെറ്റ് നടത്തുന്ന ക്രൈം ഷോ.
ആ പരിപാടിയിൽ ക്രിസ്റ്റഫ് സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചും അവരുടെ കൊലപാതക രീതികളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഷോയിന്റെ ഓരോ എപ്പിസോഡും മുടങ്ങാതെ കാണുന്ന ആളാണ് സോഫി. അപ്പോൾ ആ ഐഡിയയിൽ പുള്ളിക്കാരി വിൻസെന്റിനോട് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയാണ്. മൈക്കൽ ഫ്രാൻസിസ് എന്ന ഒരു സീരിയൽ കില്ലർ തന്റെ ഇരകളെയൊക്കെ കൊന്ന് വെട്ടി നുറുക്കി ഗാർബേജ് ബാഗിലാക്കിയിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് അത് കൊണ്ട് കളയും. നമ്മൾക്കും ആ മെത്തേഡ് ഉപയോഗിക്കാമെന്ന് സോഫി വിൻസെന്റിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രി വിൻസെന്റ് ആ ബോഡിയിലെ ഓരോ അവയവങ്ങളും വെട്ടി നുറുക്കി ഒരു ബാസ്ക്കറ്റിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതൊക്കെ വിൻസെന്റിനെ വളർത്തുനായ നോക്കി നിൽക്കുന്നുണ്ട്. വിൻസെന്റ് ബോഡി വെട്ടുന്ന സമയം ഒരു ചെറിയ ഭാഗം താഴെ വീണു. അപ്പോൾ തന്നെ വളർത്തുനായ അതെടുത്ത് കഴിക്കുകയാണ്. അത് കഴിച്ചു കഴിഞ്ഞതിനു ശേഷം നായ വീണ്ടും കുരച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അതായത് നായക്ക് ഇനിയും വേണം. അപ്പോൾ വിൻസെന്റ് ഒരു ചെറിയ കഷ്ണം കൂടി തന്റെ നായക്ക് കഴിക്കാനായി കൊടുത്തു. ആ രാത്രി മുഴുവനും ബോഡി വെട്ടി നുറുക്കി കഴിഞ്ഞിട്ട് വിൻസെന്റ് ബെഡ്റൂമിൽ ഉറങ്ങാനായിട്ട് വന്നു. അപ്പോൾ സോഫി ഉറങ്ങാതെ ഇരിക്കുന്നത് വിൻസെന്റ് കണ്ടു. നീ എന്തേ ഉറങ്ങാത്തെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് സോഫി പറഞ്ഞു. എന്ന് സംഭവിച്ചത് ഒരു അബദ്ധം പറ്റിയതാണ്, ഞാൻ തന്നെ അത് സോൾവ് ചെയ്തോളാം എന്നൊക്കെ വിൻസെന്റ് പറഞ്ഞപ്പോൾ സോഫി പറയാണ്, ആ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട, അതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് പോവുകയാണ്. താനുമായിട്ടുള്ള ബന്ധം വേർപിരിയാനാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് ഇന്നു മുതൽ താൻ എന്റെ കൂടെ കിടക്കേണ്ട എന്നായിരുന്നു സോഫി വിൻസെന്റിനോട് പറഞ്ഞത്. അങ്ങനെ അന്ന് രാത്രി മുതൽ വിൻസെന്റ് സോഫയിൽ തന്റെ വളർത്തുനായയുടെ കൂടെ ഉറങ്ങുകയാണ്. അടുത്ത ദിവസം അവര് കട തുറന്നു. പക്ഷെ അവരുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് കടയിൽ വിൽപ്പനക്കായിട്ട് ഇറച്ചിയൊന്നുമില്ല. എന്നാൽ ഒരു സ്ത്രീ ഇറച്ചി വാങ്ങിക്കാനായി വന്നു. അപ്പോൾ സോഫി പുള്ളിക്കാരിയോട് പുതിയ ഒരു മീറ്റ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുകയാണ്. പുള്ളിക്കാരിയുടെ മുന്നിൽ വെച്ച് തന്നെ സോഫി അത് പച്ചക്ക് ടേസ്റ്റ് നോക്കുന്നുമുണ്ട്. അത് കണ്ട് വിൻസെന്റ് ഷോക്കായി. കാരണം സോഫി ഇവിടെ ടേസ്റ്റ് നോക്കിയത് ആ മനുഷ്യ ഇറച്ചിയാണ്. അതേപോലെ ആ മനുഷ്യ ഇറച്ചി തന്നെയാണ് അവർ അവരുടെ ഇറച്ചിക്കടയിൽ വന്ന കസ്റ്റമറിന് വിറ്റത്. ബൈ ദ വേ ഇത് എന്ത് ഇറച്ചിയാണ് എന്ന് കസ്റ്റമർ ചോദിച്ചപ്പോൾ വിൻസെന്റിന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയാണ്, ഇത് ഇറാനിൽ നിന്ന് വന്ന ഒരു പ്രത്യേക തരം പന്നിയാണ്, ഇറാനിയൻ പോർക്ക്. കസ്റ്റമർ പോയതിനു ശേഷം വിൻസെന്റ് പറയാണ്, ഞാൻ വേഗം ആ മനുഷ്യ ഇറച്ചിയൊക്കെ എവിടെങ്കിലും കളഞ്ഞിട്ട് വരാമെന്ന്. അപ്പോൾ സോഫി പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഇറച്ചിയാണ് ഇത്. ഈ ബോഡി ഒഴിവാക്കാൻ എന്റെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഇത് ഇറാനിയൻ പോർക്ക് എന്ന് പറഞ്ഞ് തന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വിൽക്കാം. അപ്പോൾ അവര് സംസാരിക്കുമ്പോൾ അവിടെ ഒരു കസ്റ്റമർ വന്നു. അദ്ദേഹത്തിനും അവര് ഇറാനിയൻ പോർക്ക് വിറ്റു. അപ്പോൾ ഇത് കഴിക്കുന്ന ഓരോ ആൾക്കാരും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും. അതായത് വിൻസെന്റിന്റെ കടയിൽ ഒരു കിടിലൻ ഐറ്റം വന്നിട്ടുണ്ട്, ഇറാനിയൻ പോർക്ക്. അത് അടിപൊളി ടേസ്റ്റ് ആണ്, നിങ്ങൾ കൂടി ട്രൈ ചെയ്യണം. അങ്ങനെ ആളുകൾ അത് റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് പേര് ഇറാനിയൻ പോർക്ക് വാങ്ങാനായിട്ട് ഇവരുടെ കടയിൽ വരാൻ തുടങ്ങി. ഒരു ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കടയിലേക്ക് വന്നു ഇറാനിയൻ പോർക്ക് അന്വേഷിച്ചിട്ട്. അപ്പോൾ വിൻസെന്റും സോഫിക്കും പേടിയായി. കാരണം പോലീസിന് ഇത് വിറ്റ് പോലീസ് ഇത് മനുഷ്യ ഇറച്ചിയാണ് എന്ന് കണ്ടെത്തിയാൽ അവരുടെ കാര്യം ഗോവിന്ദ. പക്ഷെ ഈ ഓഫീസർ ഓൾറെഡി തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് അത് കഴിച്ചിട്ടുണ്ട്. അങ്ങേർക്ക് അത് ഒത്തിരി ഇഷ്ടമായി. അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരോട് പറയുകയാണ്. അങ്ങനെ അവര് ആ ഓഫീസറിനും ഇറാനിയൻ പോർക്ക് വിറ്റു. ഫൈനലി ആ ബോഡി മുഴുവനായിട്ടും അവര് വിറ്റു തീർത്തു. അവസാനം ഒരേ ഒരു പീസ് മാത്രമാണ് ബാക്കിയുള്ളത്. അത് വിൻസെന്റ് സ്വയം കഴിക്കാനായിട്ട് ഫ്രൈ ചെയ്യുകയാണ്. കാരണം അത്രയും ആൾക്കാർ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്വയം ട്രൈ ചെയ്തുകൂടാ? എന്നാൽ വിൻസെന്റിന് അത് ആദ്യം കഴിക്കാൻ പേടിയുണ്ട്. ചെറിയ കഷ്ണം വിൻസെന്റ് കഴിച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ സോഫി അവിടെ വന്ന് പറയാണ്, ഞാൻ എന്താണ് പറഞ്ഞത്, ഇത് അത്രയും അടിപൊളിയാണ് എന്നല്ലേ? ഏയ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് വിൻസെന്റ് വെറുതെ പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാൻ തിന്നോളാം എന്ന് സോഫി പറഞ്ഞു. പക്ഷെ വിൻസെന്റ് അത് പുള്ളിക്കാരിക്ക് നൽകാൻ തയ്യാറല്ല. അങ്ങനെ വിൻസെന്റ് ആർത്തിയോടെ അത് കഴിക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള മീറ്റ് ആണ് ഇത്. ഈ സമയം സോഫി പറയാണ്, ഇവൻ വീഗൻ ആയതുകൊണ്ടായിരിക്കും ഇവന്റെ ഇറച്ചിക്ക് ഇത്രയും രുചി. എന്തുകൊണ്ട് നമ്മൾക്ക് വീഗൻസ് ആയിട്ടുള്ള ആളുകളെ വേട്ടയാടിക്കൂടാ? അത് നമ്മുടെ ബിസിനസിനെ തന്നെ നമ്മൾക്ക് വളർത്തിയെടുക്കാം എന്ന് സോഫി പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ വിൻസെന്റിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വിൻസെന്റിന് ധൈര്യമില്ല. വിൻസെന്റിന്റെയും സോഫിയുടെയും ഒരേ ഒരു മകളാണ് ക്ലോയി. അടുത്ത ദിവസം ക്ലോയി അവരുടെ വീട്ടിലേക്ക് വന്നു. ക്ലോയിന്റെ ബോയ്ഫ്രണ്ട് ആയ ലൂക്കസിനെ തന്റെ മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് ക്ലോയി വീട്ടിൽ വന്നിട്ടുള്ളത്. അവരങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ വിൻസെന്റ് ചിക്കനിന്റെ ഏത് പീസാണ് മോൻക്ക് വേണ്ടത് എന്ന് ലൂക്കസിനോട് ചോദിച്ചു. എന്നാൽ അത് കേട്ടപ്പോൾ ലൂക്കസിന്റെ മുഖം മാറി. കാരണം ലൂക്കസ് കട്ട വെജിറ്റേറിയൻ ആണ്. അവന് ഇറച്ചി
ഇറച്ചി കഴിക്കുന്നവരെ കാണുന്നത് തന്നെ കളിയാണ്. മോളെ, മോൾക്ക് ഏത് പീസാണ് വേണ്ടത് എന്ന് അച്ഛൻ മോളോട് ചോദിച്ചപ്പോൾ ക്ലോയും പറയാണ്, അച്ഛാ ഞാനും ഇപ്പോൾ വീഗനാണ്. ഞാൻ ലൂക്കസിനെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ നോൺ വെജ് കഴിച്ചിട്ടില്ല. അതിനുശേഷം ഓരോ ഭക്ഷണം അവര് ലൂക്കസിന് ഓഫർ ചെയ്യുമ്പോൾ അവൻ അതൊന്നും കഴിക്കാൻ തയ്യാറല്ല. മോന് വൈൻ ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഞാൻ ഈ വൈന് കുടിക്കത്തില്ല. ഞാൻ ആകെ വീഗൻ വൈന് മാത്രമേ കുടിക്കൂ. അതിന് വൈന് കുടിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, വൈന് ഉണ്ടാക്കുമ്പോൾ മുന്തിരി ക്രഷ് ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് പ്രാണികളാണ് ചാവുന്നത്. അതുകൊണ്ട് ഞാൻ വൈന് കുടിക്കത്തില്ല. മോൻ എന്നാൽ കേക്ക് കഴിക്കുന്ന സോഫി പറഞ്ഞപ്പോൾ, കേക്കോ? കേക്ക് മുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒരു ജീവിയുടെ കുട്ടിയെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ കൊന്നുകൊണ്ടാണ് മുട്ട കഴിക്കുന്നത്. അങ്ങനെ ഓരോ ഭക്ഷണത്തെയും അവൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നത്. ഇതൊക്കെ കേട്ട് ഇറച്ചി വെട്ടുകാരായ വിൻസെന്റിനും സോഫിക്കും വീഗൻസിനോട് നല്ല ദേഷ്യം തന്നെ വരുന്നുണ്ട്. അവര് പോയതിനു ശേഷം വിൻസെന്റ് സോഫിയോട് പറയാണ്, നീ ഇന്നലെ പറഞ്ഞ കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സോ അവർ ഇവിടെ അവരുടെ ഇരയെ കണ്ടെത്താനായി ഒരു വീഗൻ റെസ്റ്റോറന്റിൽ വന്നിട്ടാണുള്ളത്. അവിടെ നിന്ന് നല്ലൊരു ആളെ കണ്ടെത്തി ടാർഗറ്റ് ചെയ്യാൻ ആദ്യം അവര് നോട്ട് ചെയ്തത് ആ റെസ്റ്റോറന്റിലെ തന്നെ വെയിറ്ററിനെയാണ്. എന്നാൽ അവന് കുറച്ച് മേലിട്ടാണ്, അതുകൊണ്ട് മുഴുവനും കൊട്ടായിരിക്കും, ഇറച്ചിയൊന്നും ഉണ്ടാവത്തില്ല എന്ന് വിൻസെന്റ് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ടേബിളിൽ അത്യാവശ്യം തടിയുള്ള ഒരാളെ കണ്ടു. എന്നാൽ അവനെ വേണ്ട, അവനെ കണ്ടിട്ട് അവൻ ഒരുപാട് സ്ട്രെസ് ഉള്ള ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രെസ് ഉള്ള ആൾക്കാരുടെ ഇറച്ചി ഹാർഡ് ആയിരിക്കുമെന്ന് വിൻസെന്റ് പറയുകയാണ്. അപ്പോഴാണ് അവിടെ അത്യാവശ്യം തടിയുള്ള ഒരു സ്ത്രീ കയറി വന്നത്. സോഫി ആ സ്ത്രീയെ വിൻസെന്റിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ വിൻസെന്റ് പറയാണ്, സ്ത്രീയെ ഞാൻ കൊല്ലത്തില്ല, അതേപോലെ സ്ത്രീകളുടെ ഇറച്ചി ടേസ്റ്റ് ഉണ്ടാവത്തുമില്ല. അതിന് താൻ സ്ത്രീയുടെ ഇറച്ചി കഴിച്ചിട്ടുണ്ടോ എന്ന് സോഫി ചോദിച്ചപ്പോൾ വിൻസെന്റ് പറയാണ്, നമ്മൾ ബീഫ് കഴിക്കുന്നത് പോത്തിന്റേതല്ലേ, അല്ലാതെ പശുവിന്റേതല്ലോ. സോ പുരുഷന്മാരുടെ ഇറച്ചിക്കാണ് രുചി കൂടുതൽ. അപ്പോഴാണ് അവര് ആ റെസ്റ്റോറന്റിന്റെ മുതലാളിയെ കാണുന്നത്. അവരുദ്ദേശിച്ചതുപോലെ അത്യാവശ്യം നല്ല തടിയുള്ള ആള്. അങ്ങനെ സോഫിയും വിൻസെന്റും അങ്ങേരെ ടാർഗറ്റ് ചെയ്തു. രാത്രി അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കാണാതെ അദ്ദേഹത്തെ വിൻസെന്റും സോഫിയും ഫോളോ ചെയ്യുകയാണ്. പക്ഷെ വിൻസെന്റിന് നല്ല പേടിയുണ്ട്. എടി ഇത് വേണോ എന്നൊക്കെ വിൻസെന്റ് സോഫിയോട് ചോദിച്ചപ്പോൾ, മനുഷ്യ, നമ്മുടെ ഇറച്ചിക്കട രക്ഷിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് കാറിൽ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നീ അവനെ കൊന്ന് കാറിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ തന്റെ കത്തിയുമായി അദ്ദേഹത്തിന്റെ പിന്നാലെ വെട്ടാനായിട്ട് വിൻസെന്റ് പോവുകയാണ്. എന്നാൽ അത് കണ്ട് അങ്ങേര് ബഹളം വെച്ചപ്പോൾ വിൻസെന്റിനും അത് ചെയ്യാൻ പേടിയായി. വിൻസെന്റ് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ച് വേഗം വണ്ടിയിലേക്ക് തിരിച്ചു ഓടുകയാണ്. എടി എന്നെ കൊണ്ട് ഇതിന് പറ്റത്തില്ലടി, ഞാൻ അവനെ ഓൾമോസ്റ്റ് വെട്ടാനായി പോയതാണ്. എന്നാൽ ആ പാവത്തിന്റെ മുഖം കണ്ടപ്പോൾ എനിക്കതിന് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം ഓടി വന്നത്. താൻ ഒരു കിഴങ്ങൻ തന്നെയാണ്, ഒന്നിനും കൊള്ളാത്തവൻ. സോഫി പറയാണ്, സീരിയൽ കില്ലേഴ്സിനെ പോലെ നമ്മൾ ഇനി പ്ലാൻ ചെയ്യണം. സീരിയൽ കില്ലേഴ്സ് ഒക്കെ ഓരോ കൊലപാതകം ചെയ്യുമ്പോഴും വ്യക്തമായിട്ടുള്ള പ്ലാൻസ് തയ്യാറാക്കും. അന്ന് രാത്രി സോഫി ആ ക്രൈം ഷോ കാണുമ്പോൾ അതിൽ ക്രിസ്റ്റഫർ സംസാരിക്കുന്ന സീരിയൽ കില്ലർ തന്റെ ഇരകളെ കാട്ടിലേക്ക് ബുദ്ധിപരമായിട്ട് എത്തിക്കും. എന്നിട്ടാണ് കൊലപാതകം ചെയ്യുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ സോഫിയക്ക് ഐഡിയ കിട്ടി. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഓൾമോസ്റ്റ് 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അത് എനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. അടുത്ത ദിവസം സോഫിയും വിൻസെന്റും തെരുവിൽ വീഗൻസിനെ പോലെ നിന്നിട്ട് ഒരു പ്രതിഷേധം നടത്തുകയാണ്. മൃഗങ്ങളെ രക്ഷിക്കാനായി അവർ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അതിലേക്ക് ചേരാൻ ആഗ്രഹമുള്ള വീഗൻസിനെയാണ് അവർ ഇവിടെ ആകർഷിക്കുന്നത്. അങ്ങനെ ഒരുത്തൻ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവന്റെ പേരാണ് ജോഷുവ. ആളൊഴിഞ്ഞ ഒരു ലൊക്കേഷനിലേക്കാണ് അടുത്ത ദിവസം ഇവര് രണ്ടുപേരും ജോഷുവാനോട് വരാനായി പറഞ്ഞത്. അങ്ങനെ അടുത്ത ദിവസം ജോഷുവാനെ ആ സ്ഥലത്ത് വിൻസെന്റും സോഫിയും കാത്തു നിൽക്കുകയാണ്. സോ ജോഷുവ മെല്ലിട്ടുള്ള ഒരാളാണ്, അവന്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചിയൊന്നും കിട്ടത്തില്ല എന്നൊക്കെ സോഫിയോട് വിൻസെന്റ് പറഞ്ഞപ്പോൾ സോഫി പറയാണ്, ഇത് നമ്മുടെ തുടക്കം മാത്രമാണ്, ഇത് വെറും ഒരു ട്രെയിനിങ് ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ ജോഷുവ തന്റെ ട്രക്കിൽ വന്നിട്ടുണ്ട്. വിൻസെന്റ് തന്റെ കത്തി പുറകിൽ പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടക്കുകയാണ്. എന്നാൽ ഇവിടെ ജോഷുവ തനിച്ചല്ല വന്നത്, അവന്റെ ഒപ്പം രണ്ടുപേര് കൂടി വന്നിട്ടുണ്ട്. ഈ മുടി നീട്ടി വളർത്തിയവന്റെ പേര് കാമിൽ എന്നും ഈ സ്ത്രീയുടെ പേര് ഹമ്ര എന്നുമാണ്. അപ്പോൾ 3 പേരെ കണ്ടപ്പോൾ തന്നെ വിൻസെന്റ് പുറകിൽ പിടിച്ച കത്തി തന്റെ ഷർട്ടിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചു. അവര് 3 പേരും ഇവരോട് ഒരു പ്ലാൻ പറയുകയാണ്. അതായത് നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു മീറ്റ് സ്റ്റോർ ഉണ്ട്, അതിലെ ഒരു സ്റ്റോർ ഇന്ന് രാത്രി നമ്മൾ തകർക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. സോ അത് വേറെ ആരുടെയും സ്റ്റോർ അല്ല, മാർക്കിന്റെയും സ്റ്റെഫനിയുടെയും സ്റ്റോർ ആണ്. അവരുടെ സ്റ്റോർ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിൻസെന്റ് പറയുകയാണ്. കുറെ നാളായി അവനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് വിൻസെന്റ് നോക്കി നിൽക്കുന്നു. ട്രക്കിൽ നിന്ന് അവരൊക്കെ മാസ്കും സ്യൂട്ടൊക്കെ ധരിക്കുകയാണ്. നമ്മുടെ വിൻസെന്റ് ധരിച്ചിട്ടുള്ളത് ഒരു പന്നിയുടെ മാസ്ക് ആണ്. സ്വന്തം സുഹൃത്തുക്കളുടെ സ്റ്റോർ തല്ലിപ്പൊളിക്കാൻ സോഫിക്ക് താല്പര്യമില്ല. പുള്ളിക്കാരി വിൻസെന്റിനോട് ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ്. നീ വരുന്നില്ലെങ്കിൽ വരേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ വിൻസെന്റ് ചെന്നു. വിൻസെന്റ് അങ്ങനെ ആ സ്റ്റോർ തല്ലിപ്പൊളിക്കുക
മാത്രമല്ല ചെയ്തത്, മാർക്കിനോടുള്ള തന്റെ സകല ദേഷ്യവും വിൻസെന്റ് തീർത്തിട്ടുണ്ട്. മാർക്കിന്റെ ഫോട്ടോ വെച്ച ഫ്രെയിം ഒക്കെ വിൻസെന്റ് തല്ലി തകർത്ത് അതിൽ മൂത്രം വരെ ഒഴിച്ചിട്ടുണ്ട്. അന്ന് രാത്രി വിൻസെന്റും സോഫിയും ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിൽ ചെന്നു. അവിടെ നിന്ന് വിൻസെന്റിന് സാധാരണ മീറ്റ് കഴിക്കാനേ തോന്നില്ല. കാരണം മനുഷ്യ മാംസം കഴിച്ചിട്ട് അതിനോട് അഡിക്റ്റ് ആയി പോയി. നിനക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഒരാളെയും നമുക്ക് പിടിക്കാനായിട്ട് പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് സോഫി വിൻസെന്റിനെ അപമാനിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ വിൻസെന്റിന് നല്ല ദേഷ്യം വന്നു. എന്നിട്ട് അദ്ദേഹം ഒറ്റക്ക് അവിടുന്ന് സോഫിയെ തെറിയൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഇതൊക്കെ ആ റെസ്റ്റോറന്റിൽ ഷെഫായിട്ട് ജോലി ചെയ്യുന്ന അലക്സാണ്ടർ എന്ന ഇദ്ദേഹം കണ്ടു. അപ്പോൾ അലക്സാണ്ടർ സോഫിയോട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. അന്ന് രാത്രി അലക്സാണ്ടർ ആണ് സോഫിയെ വീട്ടിൽ കൊണ്ടുവിട്ടത്. അപ്പോൾ അവരുടെ ഇറച്ചിക്കട കണ്ടിട്ട് അലക്സാണ്ടർ ചോദിക്കാണ്, ഓഹ് താനൊരു ബുച്ചറാണോ? ഞാൻ ഒരു വീഗനാണ്, ഞാൻ ഒരു ബുച്ചറിനാണോ റൈഡ് കൊടുത്തത് എന്ന് തമാശ രീതിയിൽ അലക്സാണ്ടർ പറഞ്ഞു. എന്ത്, നീ വീഗനാണോ? പിന്നെ എന്തിനാണ് നീ ആ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നത്? ആക്ച്വലി എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല, എന്നാൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നോൺ വെജ് റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നത്. സോ ഇപ്പോൾ സോഫിയുടെ മൈൻഡിൽ ഒരു ഐഡിയ വന്നു. പുള്ളിക്കാരി അലക്സാണ്ടറിനോട് ഫ്ലിർട്ട് ചെയ്ത് അവനെ ഇന്ന് രാത്രി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നിന്റെ ഭർത്താവ് കണ്ടാൽ പ്രശ്നമാവില്ലേ എന്ന് അലക്സാണ്ടർ ചോദിച്ചപ്പോൾ മൂപ്പരും ഞാനും നല്ല ബന്ധത്തിലൊന്നുമല്ല എന്ന് സോഫി മറുപടി കൊടുത്തു. അപ്പോൾ ഇത് കണ്ട് വിൻസെന്റ് സോഫിയോട് ആരാണ് ഇവൻ എന്ന് ചോദിക്കുകയാണ്. മനുഷ്യ പേടിക്കൊന്നും വേണ്ട, ഇത് ഞാൻ എന്റെ മിടുക്ക് കൊണ്ട് ഇവിടെ എത്തിച്ച നമ്മുടെ ഇറാനിയൻ പന്നിയാണ്. അതെ, അവൻ വീഗനാണ്. ഇതാണ് നമ്മുടെ അവസരം. അങ്ങനെ വിൻസെന്റ് തന്റെ കത്തിയൊക്കെ മൂർച്ച കൂട്ടുകയാണ്. അങ്ങനെ വിൻസെന്റ് അവന്റെ അടുത്ത് ചെന്ന് അവനെ വെട്ടി കൊന്നു കളഞ്ഞു. പക്ഷെ ഈ സമയം അവരുടെ മകൾ ക്ലോയ് വീട്ടിലേക്ക് കയറി വന്നു. ക്ലോയ് ഈ ഡെഡ് ബോഡി അവിടെ കണ്ടാൽ പ്രശ്നമാവും. എന്നാൽ ഭാഗ്യത്തിന് ആ ബോഡി ഉള്ളത് സോഫയുടെ പിന്നിലായിട്ടാണ്. ഫിഷ് അക്വാരിയത്തിലെ വെള്ളം കൊണ്ട് വിൻസെന്റ് പെട്ടെന്ന് മുഖത്തെ രക്തമൊക്കെ കഴുകി കളഞ്ഞു. സോ ക്ലോയ് ആളാകെ വിഷമത്തിലാണ്. തന്റെ മാതാപിതാക്കള് ഇറച്ചി വിൽപ്പനക്കാരായതുകൊണ്ട് തന്റെ ബോയ് ഫ്രണ്ട് നിരന്തരമായിട്ട് തന്നെ അപമാനിക്കുന്നു എന്നൊക്കെയാണ് ക്ലോയ് മാതാപിതാക്കളോട് സങ്കടത്തോടെ പറയുന്നത്. ഞാൻ അവരുമായിട്ട് ബ്രേക്കപ്പ് ആവുകയാണ്. കുറച്ചു ദിവസം ഞാൻ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത് എന്ന് ക്ലോയ് പറഞ്ഞപ്പോൾ വിൻസെന്റ് മകളെ പിടിച്ച് പുറത്തു കൊണ്ടുപോവുകയാണ്. ചെറിയ ചെറിയ കാര്യത്തിന് ബ്രേക്കപ്പ് ആയാൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവുക? നീ അവനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് നേരെയാക്കണം, അവൻ നല്ലൊരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് വിൻസെന്റ് കഥ കടച്ചു. അങ്ങനെ മകളെ പറഞ്ഞയച്ചതിനു ശേഷം വിൻസെന്റും സോഫിയും വീട് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് അലക്സാണ്ടറിന്റെ ബോഡി പീസ് ആക്കി. അതേപോലെ അവന്റെ സ്കൂട്ടർ അവർ ഒരു തടാകത്തിൽ കളഞ്ഞിട്ടുമുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ അവർക്ക് ഒരു കോൾ വന്നു. അത് മാർക്കിന്റേതാണ്. അങ്ങനെ മാർക്കിന്റെ തകർന്ന സ്റ്റോറിന്റെ അടുത്തേക്ക് അവർ ചെല്ലുകയാണ്. അവരുടെ സങ്കടകരമായിട്ടുള്ള മുഖം കണ്ടപ്പോൾ തന്നെ വിൻസെന്റിന് സന്തോഷമായി. ഓഫീസർ പറയാണ്, നിങ്ങളുടെ സ്റ്റോർ തകർത്ത അതേ വീഗൻ ആക്ടിവിസ്റ്റുമാർ തന്നെയാണ് ഇവരുടെ സ്റ്റോറും തകർത്തത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇത് ചെയ്തത് ആരായാലും അവരെ ഞങ്ങൾ പിടികൂടുന്നുണ്ട്. അവിടുത്തെ CCTV വിഷ്വൽസ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ പന്നിയുടെ മാസ്ക് ധരിച്ചവൻ, അതായത് നമ്മുടെ വിൻസെന്റ്, മാർക്കിന്റെ ചിത്രത്തിന്റെ മുകളിൽ മൂത്രമൊക്കെ ഒഴിക്കുന്നത് കണ്ട് മാർക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവർ കേൾക്കാതെ ഈ ഓഫീസർ വിൻസെന്റിനോട് പറയണം, നിങ്ങളുടെ സ്റ്റോറിലെ മീറ്റ് ആണ് അടിപൊളി. ഇറാനിയൻ പോർക്ക് എന്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അത് കുറച്ചുകൂടി വേണമായിരുന്നു. നിങ്ങളുടെ സ്റ്റോറിൽ വന്നാൽ അത് കിട്ടുമോ? കിട്ടുമെന്നോ? നമ്മൾ ഇറാനിയൻ പോർക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ ബിസിനസ് വളർന്നു വലുതാകുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് അവർ കൊന്ന അലക്സാണ്ടറിനെ വിറ്റു തീർത്തത്. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ സ്റ്റോക്ക് തീർന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിഷമത്തോടെ മടങ്ങി പോവുകയാണ്. സോഫി വിൻസെന്റിനോട് പറയാണ്, എത്രയും പെട്ടെന്ന് ഒരാളെ നമ്മൾ പിടിച്ചേ മതിയാവും, അത്രത്തോളം ഡിമാൻഡ് ഉണ്ട്. അങ്ങനെ അന്ന് രാത്രി തന്നെ അവര് അന്ന് പിടിക്കാനായി ശ്രമിച്ച ആളെ പിടികൂടുകയാണ്. അങ്ങേരെ ബാത്ത് ടബിൽ വെച്ച് വിൻസെന്റ് വെട്ടിക്കൊന്നു. അപ്പോൾ ഇദ്ദേഹം അത്യാവശ്യം തടിയുള്ള ആളാണ്, എന്നാൽ പോലും ഒരൊറ്റ ദിവസം കൊണ്ട് വിറ്റു തീർന്നു. പിന്നീട് വിൻസെന്റ് മാർക്ക് സമ്മാനിച്ച തോക്ക് കൊണ്ട് വീഗനായിട്ടുള്ള ഇരകളെ വെടിവെച്ച് കൊല്ലാനായിട്ടൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഓരോ ദിവസവും അവരുടെ ബിസിനസ് വളർന്നുകൊണ്ടേ നിന്നു. അതേപോലെ ഇറാനിയൻ പോർക്ക് വാങ്ങാൻ ആളുകൾ രാവിലെ മുതൽ ക്യൂ നിൽക്കാനായിട്ട് തുടങ്ങും. അത്രത്തോളം ഡിമാൻഡാണ്. ഒരു രാത്രി അവര് വിനി എന്ന വീഗനായിട്ടുള്ള അത്യാവശ്യം തടിച്ചിട്ടുള്ള ഒരു പയ്യനെ കാണുകയാണ്. അവനെ കൊല്ലാനാണ് ഇവരുടെ പ്ലാൻ. വിനി അവരോട് സംസാരിക്കുമ്പോൾ താൻ ഹൃദയത്തിന് സുഖമില്ലാത്ത ആളാണ് എന്നൊക്കെ വിനി എന്ന ഈ പയ്യൻ പറയുന്നുണ്ട്. അങ്ങനെ വിനി കാണാതെ വിൻസെന്റ് കത്തി പുറത്തെടുത്തു. എന്നാൽ വിനി പെട്ടെന്ന് അത് കണ്ടു. അവൻ എന്നിട്ട് വിൻസെന്റിനെയും സോഫിയും തള്ളിയിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെടുന്ന സമയം അവൻ താഴെ വീണു. അവൻ എഴുന്നേൽക്കുന്നില്ല. സോ ഹൃദയ സംബന്ധമായിട്ട് അസുഖമുള്ള വിനി പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഇവിടെ മരണപ്പെട്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ സോഫിക്കും വിൻസെന്റിനും സന്തോഷമായി. അടുത്ത ദിവസം സോഫിയും വിൻസെന്റും മാർക്കിന്റെയും സ്റ്റെഫനിയുടെയും കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അവരൊക്കെ ഇറാനിയൻ പോർക്കാണ് കഴിക്കുന്നത്. അത് കഴിച്ചപ്പോൾ അവർക്കും ഇഷ്ടമായി.
പിന്നെ സോഫിയും വിൻസെന്റും ഇപ്പോൾ അവരെ പോലെ തന്നെ പണക്കാരായതുകൊണ്ട് മാർക്കിനും സ്റ്റെഫനിക്കും അതൊന്നും അത്ര പിടിക്കുന്നില്ല. അവരുടെ മുന്നിൽ വെച്ച് സോഫിയും വിൻസെന്റും നല്ല സ്നേഹമുള്ള ദമ്പതികളെ പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് അവരെ അസൂയപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ഇവിടെ മാർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇറച്ചിയിൽ നിന്ന് ഒരു പേസ് മേക്കർ ലഭിക്കുകയാണ്. അതായത് ഹൃദയത്തിന് അസുഖമുള്ളവരൊക്കെ ഹൃദയത്തിൽ വെക്കുന്ന ഒരു ഡിവൈസ് ആണ് പേസ് മേക്കർ. അപ്പോൾ വിനിയുടെ ഹൃദയത്തിലെ പേസ് മേക്കർ ആണ് മാർക്കിന് കിട്ടിയത്. ഒരു പന്നിയുടെ ശരീരത്തിൽ എങ്ങനെയാണ് പേസ് മേക്കർ വന്നത് എന്നൊക്കെ സംശയത്തോടെ മാർക്ക് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ തക്കതായ ഉത്തരവും വിൻസിന് നൽകി. ഇത് പേസ് മേക്കർ അല്ല, പന്നിയുടെ ആരോഗ്യസ്ഥിതി മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോ ചിപ്പ് ആണ് എന്നായിരുന്നു അവരോട് വിൻസെന്റ് കള്ളം പറഞ്ഞത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വിൻസെന്റും സോഫിയും സംസാരിക്കുകയാണ്. നമ്മൾ ഇനി കുറച്ച് അധികം ശ്രദ്ധിക്കണം. അവന്മാര് മണ്ടന്മാരായതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പിടിക്കപ്പെട്ടേനെ. ഒരു പാർക്കിൽ ഇരുന്നു കൊണ്ടാണ് അവര് സംസാരിക്കുന്നത്. അപ്പോഴാണ് അവിടെ ഒരുത്തൻ അവരുടെ അടുത്തേക്ക് വന്നത്. സർ, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് നോൺ വെജ് പാചകം ചെയ്യരുത്. ഇത് ഞാൻ യോഗ ചെയ്യുന്ന സ്ഥലമാണ്, അതേപോലെ ഞാൻ ഒരു വീഗനുമാണ്. അപ്പോൾ തന്നെ സോഫിയും വിൻസെന്റും മുഖാമുഖം നോക്കുകയാണ്. കാരണം അവരുടെ അടുത്തേക്ക് തന്നെ ഇറാനിയൻ പോർക്ക് നടന്നു വന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൻ യോഗ ചെയ്യുമ്പോൾ വിൻസെന്റ് അവനെ വെടിവെച്ചു കൊന്നു. സോ ഇവിടെ ഒരു വീഗൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ വിൻസെന്റും സോഫിയും വന്നു. അവിടെ വെച്ച് അവര് ക്ലോയിനെയും ലൂക്കസിനെയും കണ്ടു. ലൂക്കസ് ഒച്ചത്തിൽ ചോദിക്കാണ്, നിങ്ങൾ എന്താണ് ഇവിടെ? ഇത് വീഗൻസിന്റെ ഫെസ്റ്റിവൽ ആണ് എന്ന് അറിയത്തില്ലേ? ഇറച്ചി വെട്ടുകാരെ, നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാര്യം? ക്ലോയി, നിന്റെ അച്ഛനെയും അമ്മയും എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്നൊക്കെ ദേഷ്യത്തിൽ ലൂക്കസ് പറയുന്നുമുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ ദൂരെ നിന്നും കാമിൽ കേട്ടിട്ടുണ്ട്. അങ്ങേർക്ക് മനസ്സിലായി വിൻസെന്റും സോഫിയും വീഗൻസ് അല്ല, അവര് ഇറച്ചി കട നടത്തുന്നവരാണ് എന്ന്. അങ്ങനെ അവിടുന്ന് പോകുമ്പോൾ അത്യാവശ്യം തടിയുള്ള ഒരു സ്ത്രീയെ അവര് കണ്ടു. സോഫി അവളെ ടാർഗറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വിൻസെന്റ് പറയാണ്, അതിന് നമ്മൾ സ്ത്രീകളുടെ ഇറച്ചി വിൽക്കാറില്ലല്ലോ, അതിനെന്താ, നമുക്ക് ട്രൈ ചെയ്തൂടെ എന്ന് സോഫി പറഞ്ഞു. അങ്ങനെ അവര് ആ സ്ത്രീയുടെ പിന്നാലെ ഓടിപ്പോയി പിടിക്കുകയാണ്. രാത്രി ആ സ്ത്രീയെ വെട്ടി പീസാക്കുമ്പോൾ കടയുടെ പുറത്ത് ആരോ വന്ന് മുട്ടുകയാണ്. അത് ആരാണ് എന്ന് നോക്കാനായി വിൻസെന്റ് ചെന്നു. അപ്പോൾ അത് ആ പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഇറാനിയൻ പോർക്കിന്റെ ഒരു അടിപൊളി റെസിപ്പിയെ കുറിച്ച് പറയാനാണ് വന്നത്. അതേപോലെ കേസിനെ കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങളുടെ കട അറ്റാക്ക് ചെയ്ത വീഗൻസിനെ നമ്മൾ തിരയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവരെ പിടിക്കാനായി നമ്മൾ ശ്രമിക്കാം. പക്ഷെ ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് വീഗൻസ് മിസ്സിംഗ് ആവുന്നുണ്ട്. അവരൊക്കെ എവിടെയാണ് പോയതെന്ന് ഒരു ഐഡിയയുമില്ല. ഇതേ സമയം വിൻസെന്റിനെ വളർത്തുന്നായ വിൻസെന്റ് വെട്ടുന്നുണ്ടായ ബോഡിയുടെ കൈ എടുത്ത് വന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഓഫീസർ അത് കണ്ടിട്ടില്ല. ഓഫീസറിനെ ഒരുവിധം വിൻസെന്റ് അവിടുന്ന് പറഞ്ഞയച്ചു. അപ്പോൾ ഇവര് പിടിക്കപ്പെടാനായിട്ടുണ്ട് എന്ന് വിൻസെന്റിന്റെ മനസ്സ് പറയുന്നു. അത് സോഫിയോട് വിൻസെന്റ് പറയുകയാണ്, എടി, നമ്മൾക്ക് എല്ലാം ഇതോടെ അവസാനിപ്പിക്കാം. ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല ബുദ്ധിയല്ല. എന്നാൽ സോഫി പറയാണ്, ഇതൊക്കെ നിന്റെ തോന്നലുകൾ മാത്രമാണ്. എത്ര പേരെ നമ്മൾ കൊന്നു വിറ്റു, എന്നിട്ട് നമ്മൾ പിടിക്കപ്പെട്ടോ? ഇല്ല, പിടിക്കപ്പെടില്ല. കാരണം അവരുടെ പൊടി പോലും നമ്മൾ ബാക്കി വെക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിടിക്കപ്പെടുമെന്ന് പേടിക്കേ വേണ്ട എന്നൊക്കെയാണ് സോഫി വിൻസെന്റിനോട് പറയുന്നത്. ഈ സമയം അവരുടെ വീട്ടിൽ ആരോ ബെല്ലടിച്ചു. അത് ലൂക്കസ് ആണ്. ലൂക്കസ് അവിടെ വന്നത് ഫെസ്റ്റിവൽ വെച്ച് അവരോട് മോശമായി സംസാരിച്ചതിന് മാപ്പ് പറയാനാണ്. ലൂക്കസ് അവരോട് സംസാരിക്കുമ്പോൾ സോഫി വിൻസെന്റിനോട് ആംഗ്യം കാണിക്കുകയാണ്. അതായത് കത്തി എടുത്തിട്ട് വരാൻ, ലൂക്കസിനെ കൊല്ലാൻ വേണ്ടി. എന്നാൽ തന്റെ പ്രിയപ്പെട്ട മകൾ ഏറെ സ്നേഹിക്കുന്ന പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ടിനെ കൊല്ലാൻ വിൻസെന്റ് തയ്യാറല്ല. വിൻസെന്റ് ലൂക്കസിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച്, മോൻ ഇപ്പോൾ പോ, നമ്മൾക്ക് പിന്നെ ഒരിക്കൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് ലൂക്കസിനെ പുറത്തയച്ചു. എന്നിട്ട് വിൻസെന്റ് സോഫിയോട് പറയാണ്, ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നമ്മൾ ഇതോടെ ഇറാനിയൻ പോർക്ക് വിൽക്കുന്നത് അവസാനിപ്പിച്ചു. കഴിഞ്ഞത് എന്തുമാവട്ടെ, ഇനി നമ്മൾ അത് ചെയ്യത്തില്ല. സോ അടുത്ത ദിവസം ഒരുപാട് പേര് അവരുടെ സ്റ്റോറിൽ ഇറാനിയൻ പോർക്ക് വാങ്ങാൻ ക്യൂ നിൽക്കുന്നത് കാണാം. നമ്മുടെ കടയിൽ ഇറാനിയൻ പോർക്കില്ല, പകരം സാധാരണ മീറ്റ് ഉണ്ട് എന്ന് കസ്റ്റമേഴ്സിനോട് വിൻസെന്റ് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നും വാങ്ങിക്കാതെ സങ്കടത്തോടെ മടങ്ങി പോവുകയാണ്. അതായത് വീണ്ടും അവർ പഴയതുപോലെ കച്ചവടമൊന്നും ഇല്ലാതെയായി. സങ്കടത്തോടെ വിൻസെന്റ് തന്റെ വളർത്തുനായക്കൂട്ടി നടക്കാനായി ചെന്നു. എന്നാൽ ഈ സമയം അവരുടെ ഇറച്ചിക്കടയിലേക്ക് ആരൊക്കെയാണ് വന്നത് എന്ന് നോക്കിയാൽ ജോഷുവയും ഗാങ്ങും. ഇവർക്ക് 3 പേർക്കും മനസ്സിലായി വിൻസെന്റും സോഫിയും വീഗൻസ് അല്ല എന്ന്. അവര് സോഫിയെ പിടിച്ചുകൊണ്ടുപോയി. രാത്രി വിൻസെന്റ് തിരിച്ചു വന്നപ്പോൾ തന്റെ വളർത്തുനായ കുരച്ചുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ നായ ഓടിയത് ജോഷുവാന്റെ ട്രക്കിന്റെ അടുത്തേക്കാണ്. അപ്പോൾ തന്നെ വിൻസെന്റിന് മനസ്സിലായി ജോഷുവാന്റെ ഗാങ് സോഫിയെ പിടികൂടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അവര് സോഫിയെ കെട്ടിയിട്ടതായി കാണാം. നീ ഒരുപാട് മൃഗങ്ങളെ ക്രൂരമായി കൊന്നു വിൽക്കാറുണ്ടല്ലേ, നിന്നെയും ഞങ്ങൾ അതുപോലെ കൊല്ലാനായിട്ട് പോവുകയാണ്. കാമിൽ അങ്ങനെ കത്തിയെടുത്ത് സോഫിയുടെ കഴുത്ത് വെട്ടാനായി പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവിടെ നമ്മുടെ വിൻസെന്റ് എത്തി. പിന്നീട് ഒരു ഫൈറ്റ് സീനാണ്. അങ്ങനെ അവര് രണ്ടുപേരും കൂടി ആ 3 പേരെയും കൊന്നു കളഞ്ഞു. കഥയുടെ അവസാനം സോഫിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രൈം ഷോയിൽ ക്രിസ്റ്റഫ് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നോക്കിയാൽ വേറെ ആരെക്കുറിച്ചുമല്ല, വിൻസെന്റിനെയും സോഫിയും കുറിച്ച് തന്നെയാണ്. അതായത് ഫൈനലി അവര് പിടിക്കപ്പെട്ടിട്ടുണ്ട്.
3 മാസം കൊണ്ട് 30 വീഗൻസ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ ദമ്പതികൾ മനുഷ്യ ഇറച്ചിയായിട്ട് ഇറാനിയൻ പോർക്ക് എന്ന പേരിൽ അവരുടെ ഇറച്ചിക്കടയിൽ നിന്ന് വിറ്റത്. ഇവര് പിടിക്കപ്പെട്ടത് മാർക്കിന്റെയും സ്റ്റെഫനിയുടെയും കംപ്ലൈന്റ് പ്രകാരമാണ്. പേസ് മേക്കർ കിട്ടിയപ്പോൾ അവർക്ക് വിൻസെന്റിനും സോഫിയും സംശയമായി. അങ്ങനെ അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് അന്വേഷിച്ചപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊന്നത് ആ ദമ്പതികളാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഇനി ജീവിതകാലം മുഴുവനും വിൻസെന്റും സോഫിയും ജയിലിൽ കഴിയണം. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.